അപ്പോൾ ഇത് നമ്മളെ കക്കാടംപൊയിൽ പോയിട്ടുള്ള ലാസ്റ്റത്തെ വീഡിയോ കേട്ടോ. ഞാൻ 2 ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിറ്റേ ദിവസം രാവിലെ ഒരു 7:30 ആകുമ്പോൾ ഒരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുള്ള കേട്ടോ. അപ്പോൾ അവിടുത്തെ നമ്മളെ ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ഗൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആൾ വന്ന് ആളായിട്ട് നമ്മൾ പോയി. അങ്ങനെ കുറച്ച് നടക്കുക, ചെറിയൊരു സൂയിസൈഡ് പോയിൻ്റ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ കുന്നൊക്കെയാണ്, കുന്നം ഇതൊക്കെ കയറി പോകണം. അപ്പോൾ രസമുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ആയതുകൊണ്ട് രസമുണ്ടായിരുന്നു. അവിടെ പോയി ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മേലെ പിള്ളേർ ഷട്ടറൊന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ വിചാരിച്ച് തണുപ്പുണ്ടാവുന്നേ. പിന്നെ അവിടെ എത്തിയപ്പോൾ ചൂടുണ്ടായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അന്ന് അവിടെ ഒരു സ്കൂളിലത്തെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഫസ്റ്റ് തന്നെ ഇതായിരുന്നു, ട്രക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ പാർക്കിലേക്കൊക്കെ പോയത്. അപ്പോൾ അവിടെ കുറേ സ്റ്റുഡൻസ് വന്ന് പിന്നെ എല്ലാവരും കൂടെ നല്ല ബഹളമൊക്കെ ആയിരുന്നു. ഈ കാണുന്നത് കണ്ട. അപ്പോൾ ഇതും കക്കാടംപൊയിലിൻ്റെ തന്നെ പ്രോപ്പർട്ടീസ് ആട്ടാണ്. അവർ അവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ട് നിങ്ങൾ പോകുമ്പോഴത്തേനും അവിടെയൊക്കെ നല്ല സെറ്റപ്പായിട്ടുണ്ടാവും. അപ്പോൾ പരമാവധി ആൾക്കാർ അങ്ങോട്ട് പോയിക്കോളാം കേട്ടോ. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ 2ാമത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫെസിലിറ്റീസാണ്. ഫാമിലീസിനാണ് കൂടുതലും ഉപകാരപ്പെടുക, പിന്നെ കുട്ടികൾക്കൊക്കെ. ഇതെന്താ ഡോം സ്റ്റേ, ഇത് അടിപൊളിയാണ്. ഇതിന് വരുന്നത് 12,000 കേട്ടോ. ഇതിന് മാത്രം, ഡോമിന് മാത്രം. പിന്നെ നമ്മൾ പാർക്കിൽ പോകുന്നതിനൊക്കെ എക്സ്ട്രാ ചാർജ് വരും. രസമുണ്ട് കാണാൻ. ഇതുപോലത്തെ കുറച്ച് വഴികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ട്രക്കിങ് ചൂസ് ചെയ്യുന്നവരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടാ, മറ്റേ മുളക്കാടില്ലേ, മുളക്കാട് നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് വരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങളവിടെ ഒരു കുന്നിൻ്റെ മുകളിലെത്തി. അങ്ങനെ ഇതൊക്കെ തന്നെ ഉള്ള കേട്ടോ. പിന്നെ അവിടെ കല്ലുണ്ട്, ആ കല്ലിൻ്റെ മേലെ നിന്ന് ഫോട്ടോ എടുക്കുക. അങ്ങനെ പറഞ്ഞില്ല, സൂയിസൈഡ് പോയിൻ്റ് പോലത്തെ സംഭവം. ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കുക, വലിയ സംഭവമൊന്നുമില്ല. നമ്മുടെ ഒരു കുരിശ് കണ്ടു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് താഴത്ത് പോയി തുടങ്ങി. താഴത്ത് പോയി പിന്നെ താഴത്ത് പോയപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നമ്മൾ അതിനുശേഷം പാർക്കിലൊക്കെ തന്നെ ആയിരുന്നു കൂടുതലും കേട്ടോ. അപ്പോൾ അത് കാരണം ആ വീഡിയോസ് ഫസ്റ്റ് വീഡിയോയിലിട്ട കാരണം ഞാൻ പിന്നെ അത് എന്നതിലും ഇൻക്ലൂഡ് ചെയ്തില്ല. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ രാത്രി 8 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. 8 മണിക്ക് ശേഷം നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. മുളങ്ങാൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാട്ടാ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഇരുട്ടാണ്. അങ്ങനെ പോകുന്ന തോറും നല്ല ഇരുട്ട് വരും. നമ്മൾ അധികം അങ്ങോട്ട് പോയില്ല. എന്നിട്ടുണ്ടെങ്കിൽ ചെക്കന്മാരൊക്കെ കൊണ്ടായിരുന്നു. പോയി കഴിഞ്ഞാൽ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോന്നു. ഇതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് 11 മണിയാകുമ്പോൾ ടെൻറ്റ് ചെക്കൗട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് പിന്നെ പാർക്കിൽ പോയി. പാർക്കിൽ രാത്രി 8 മണി വരെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് 8 മണിക്ക് തിരിച്ച് പോന്നു. ഇപ്പോൾ കോഴിക്കോട് റോഡൊക്കെ നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് വലിയ യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിരുന്നു. അത്യാവശ്യം സ്പീഡിലൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ കൺട്രോളൊന്നും ചെയ്തിട്ടില്ല അവർ. ഇനിയിപ്പോൾ കൺട്രോളൊക്കെ വരും. അപ്പോൾ പിന്നെ ആ ലിമിറ്റിലൊക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മളെ വണ്ടി തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. യാത്രകളൊക്കെ സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പോയി വന്ന് നമ്മളെ ചെക്കനൊന്ന് സർവീസിനെ എത്തി. നമ്മളെ വടാനപ്പള്ളി മരണാവില്ലേ ഷെക്കീർക്കാട് സർവീസ് സ്റ്റേഷനാണ് കേട്ടോ. വണ്ടി ആകെ പൊടിയൊക്കെ പിടിച്ച് അകലമ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജാക്ക് പൊക്കിയുള്ള സർവീസില്ലേ, ജാക്കി സർവീസ് അത് ചെയ്യാമെന്ന് വിചാരിച്ചവിടെ കൊണ്ടുവന്ന് അങ്ങനെ ആളൊന്ന് ഉഷാറാക്കി എടുത്ത്. അപ്പോൾ നല്ല ഉഷാറായിട്ടാണ് ജാക്കി സർവീസ് ചെയ്തപ്പോൾ. അതിൽ ചെളിയും കാര്യങ്ങളും നമുക്കൊരു ചോദിച്ചിട്ടാണ് നമ്മളിതിങ്ങനെ അണ്ടർ കോട്ടിങ് ചെയ്യാനൊക്കെ എങ്ങനെ
ചെക്ക് ചെയ്തുകൊണ്ടാണ് കോട്ടിങ് ഇപ്പോൾ അടിക്കാനുള്ള സെറ്റപ്പൊന്നും ആയിട്ടില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നീറ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട എന്തെങ്കിലും കാണുന്ന സമയത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കാണാതൊക്കെ ചെളിയാണ്, സർവീസ് ചെയ്തതിന് ശേഷം പിന്നെ അടിപൊളി വണ്ടി. അപ്പോൾ എല്ലാവരും ചാനലിൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ആണെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനൊരു പ്രചോദനമാകുമല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ.